ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം അതെന്നെയും നിങ്ങളെയും കൊണ്ടുപോയേ അടങ്ങൂ. നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ട് എന്നുറപ്പുള്ളത് കൊണ്ട് ഇനി കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് മരണം മാത്രമാണ്. ഈ ജീവിതത്തിനിടയിൽ നമുക്ക് സ്വപ്നം കാണാം, വലിയ പണം കിട്ടിക്കൊള്ളണം എന്നില്ല, വലിയ സ്ഥാനങ്ങളും വലിയ കൊട്ടാരങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, ലഭിച്ചുകൊള്ളണം എന്നില്ല. പക്ഷേ കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും മരണം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. ലോകത്ത് നമ്മളെക്കാളേറെ ജീവിതം ആസ്വദിച്ചവരും, നമ്മളെക്കാളേറെ പണം കെട്ടിപ്പിടിച്ചവരും, നമ്മളെക്കാളേറെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിച്ചിരുന്നവരും ഇന്ന് മണ്ണിനടിയില. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നതും വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് നിങ്ങളെ നാളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. ആ തിരിച്ചുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സന്തോഷ. പരീക്ഷണങ്ങളില്ലാത്ത, ചോദ്യങ്ങളില്ലാത്ത, കള്ളുകുടിയന് ചോദ്യമില്ലാത്ത, പെണ്ണുപിടിയന് ഉത്തരം പറയാൻ ചോദ്യങ്ങളില്ലാത്തൊരു ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം വലിയ സന്തോഷാന്ന് പറയേണ്ടി വരും. കാരണം മരിക്കുന്നതോടുകൂടി പിന്നെ ആരോടും ഉത്തരം പറയണ്ട എങ്കിൽ. പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പറഞ്ഞു വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ, നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും. മക്കൾ മരിച്ചുപോയ വാപ്പാരോടും വാപ്പാര് മരിച്ചുപോയ മക്കളോടും അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരാളുടെ മരണത്തോടുകൂടി എല്ലാ ചോദ്യങ്ങളും പരീക്ഷണങ്ങളും ആർക്കു മുൻപിലും ഉത്തരം പറയണ്ടാത്ത ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം നമ്മൾക്കൊക്കെ വലിയ സമാധാനമാണ് എന്ന് നമ്മൾ വാദിക്കേണ്ടി വരും. പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പറയുന്നു വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും. രക്ഷിതാക്കൾ മരിച്ചുപോയ മക്കളോടും മക്കള് മരണപ്പെട്ട രക്ഷിതാക്കളോടും, ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരോടും ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാരോടും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും. എന്തിനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത്? ഈ ലോകത്ത് അല്ലാഹു നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചോദ്യം ചെയ്യാൻ. ഒരു പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജത്തിലെ വളരെ നിസ്സാരമായിരുന്ന ഒരു ബീജമായിരുന്ന നിന്നെ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിപ്പിച്ച് ഒരു മാംസകഷണമാക്കി അലക്കയാക്കി മുളുകയാക്കി പിന്നീട് മാംസങ്ങളാലും എല്ലുകളാലും പൊതിയപ്പെട്ട് നിന്നെ ഈ ലോകത്തേക്ക് നിശ്ചയിച്ച റബ്ബിന് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും എന്തിനാ ജനനം, എന്തിനാ മരണം? ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും ഉത്തരങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യാൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജനനവും മരണവും അല്ലാഹു തീരുമാനിച്ചത് കുറെ ആളുകൾ പണം സമ്പാദിക്കട്ടെ, പേരുള്ള തറവാട്ടിൽ ജനിക്കട്ടെ, കുറെ ആളുകൾ സൗന്ദര്യത്തിന്റെ മായാലോകത്ത് ജീവിക്കട്ടെ, കുറെ ആള് തിന്നും കുടിച്ചും ജീവിക്കട്ടെ, കുറെ ആളുകൾ ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ, കുറെ ആളുകൾ അംഗവൈകല്യത്തോടെ ജനിക്കട്ടെ.
കുറെ പേർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ, ചിലർ മക്കളെ കൊണ്ട് ഇടങ്ങേറാവട്ടെ. ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ പേരിലല്ല അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന് കൊടുക്കുന്നതും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജനിപ്പിച്ചതും മരിപ്പിച്ചതും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിന് ചോദ്യം ചെയ്യാൻ. ഒരുപക്ഷെ ദുനിയാവിലെ ജീവിതം കൊണ്ട് ആരും നമ്മളെ ചോദ്യം ചെയ്തു കൊള്ളണമെന്നില്ല, അല്ലേ? ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വലിയ മുത്തഖിയായിരിക്കും. അത് മതിയോ എനിക്ക് അല്ലാഹുവിന്റെ മുൻപിൽ രക്ഷപ്പെടാൻ? എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 5 വക്ത് സമയം തെറ്റാതെ നമസ്കരിക്കുന്ന ഒരു കറകളഞ്ഞ മുസ്ലിം ആയിരിക്കും. അത് മതിയോ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ? നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദ കൊണ്ടും നാട്ടിലെ ഖുർആൻ ക്ലാസ് കൊണ്ടും പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തതുകൊണ്ടും സ്വർഗം തരാമെന്ന് പറഞ്ഞ റബ്ബ് എന്തിന്റെയും മുൻപിൽ ആദ്യം ഓർമ്മപ്പെടുത്തിയത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിങ്ങൾക്ക് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലിയെന്നും നിങ്ങളുടെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നും ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ ശുദ്ധീകരിക്കാത്തവൻ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ലെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ഈ ദുനിയാവിലെ കെട്ടും മട്ടും കൊണ്ടൊരു പക്ഷേ ഖബർ ഭംഗിയായിക്കൊള്ളണം എന്നില്ല. പിന്നെ നമ്മളെ കൊണ്ടുണ്ടായ ചില നേട്ടങ്ങളെ കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു നല്ല യാത്രയപ്പ് തരും എന്നുള്ളത് സത്യമാ. അതുകൊണ്ടാണല്ലോ ഈ പുത്തനത്താണിയാണെങ്കിലും നന്മണ്ടയാണെങ്കിലും ജീവിതം കൊണ്ട് നാട്ടുകാർക്കിടയിൽ പേരെടുത്തവനാണെങ്കിലും പേരെടുത്തിട്ടില്ലാത്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ തിരിച്ചുള്ള വിളിയും കിട്ടി 6 കാലുള്ള കട്ടിലിൽ എടുക്കപ്പെട്ട് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് അവനെ യാത്രയാക്കുമ്പം ഒരാൾ പോലും പിശുക്ക് കാണിക്കാറില്ല. ആ കബറിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾക്കുണ്ടായിരുന്ന ദുനിയാവിലെ സ്ഥാനത്തിന്റെയും പവറിന്റെയും അടിസ്ഥാനത്തിൽ നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് ഭംഗിയായിട്ട് യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് നമ്മളൊക്കെ ചെല്ലാറില്ലേ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുമ്മ, അല്ലാഹുവേ, സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്ന ഖബറാളിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥാ. കാരണം പവർ കൊണ്ടും പണം കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിലെ മനുഷ്യന് നെഞ്ചുവിരിക്കാൻ അവകാശമുള്ളൂ. ഒരാൾ എന്തടോന്ന് ചോദിച്ചാ എന്താക്കണടോ എന്ന് ചോദിക്കാൻ ദുനിയാവിലെ പവറേ ഉള്ളൂ. 6 അടി മണ്ണിന്റെ ഇടയിലേക്ക് താഴ്ത്തി വെച്ചാൽ കറുത്തവൻ വെളുത്തവൻ മൂക്ക് പതിഞ്ഞവൻ നീണ്ടവൻ, പണക്കാരൻ ദരിദ്രൻ, തറവാടുള്ളവൻ തറവാടില്ലാത്തവൻ എന്നൊരു വേർതിരിവില്ല. മയ്യത്ത് സൗദി അറേബ്യ അടക്കി വഹിക്കുന്ന രാജാവ് മരണപ്പെട്ടപ്പോഴും 6 അടി മണ്ണിലാണ് വെച്ചതെങ്കിൽ കേരളത്തിന്റെ പാതയോര വക്കത്ത് ചെറിയ ഉന്തുവണ്ടിയിൽ അന്നന്നത്തെ അന്നം കണ്ടെത്തി അവസാനം പട്ടിണി കടന്നു മരിച്ചവനും മണ്ണിന്റെ അടി കിടക്കുന്നത് 6 അടി മണ്ണ് തന്നെയാ. അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും റബ്ബിന്റെ മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ അയാൾക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം, ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ചോനെ എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ യാക്കിങ്ങൊരു ധൈര്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനുള്ള കഴിവ് തരണേ നാഥാ. അതെന്തേ? ദുനിയാവിൽ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു 10 ഉറുപ്യ ചോദിക്കുന്നവന് തിരിച്ചു പറയാ, എനിക്കെവിടെയാ വരുമാനം, എന്റെ 5 നയാ പൈസ അല്ല. ബാങ്ക് ബാലൻസ് കുമിഞ്ഞുകൂടി ആരും കാണാതെ 1000ങ്ങളും 10000ങ്ങളും അവന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അഭിനയിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഓരോ സഹോദരിമാരും അവരുടെ ചെവികളിലുള്ളതും കഴുത്തിലുള്ളതും വിരലുകളിലുള്ളതും ബിലാൽ ഇബ്നു റബാഹയുടെ മുണ്ടുകളിലേക്ക് ഊരിക്കൊടുത്തിരുന്നു. എന്ന് കേട്ട മുസൽമാന്റെ കുടുംബത്തിലെ പെൺമക്കളോട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കവിടെ
പിയാപ്ല കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റും. ഏത് വിഷയത്തിലും. എന്തേ സുബഹിക്ക് പള്ളിയിൽ വരാത്ത? രാത്രി ഒരുപാട് യാത്ര ചെയ്തിട്ടാ കിടന്നുറങ്ങി. എന്തേ നിങ്ങൾ നോമ്പിന് പടച്ചോന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ കുറച്ച്? പട്ടിണിയല്ലേ, അതുകൊണ്ട് കുറച്ച് നോമ്പ് വറ്റാ മതി എന്ന് കരുതി. എന്തിനും ന്യായീകരണം കണ്ടെത്താൻ പറ്റും ദുനിയാവിൽ, ഏത് കാര്യത്തിനും. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണോ, നമ്മളതിന് ഉദറുകൾ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ റബ്ബ് പറയുന്നു, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബിന്റെ ഖബറിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ. പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖ് എന്നെ കിട്ടണം.